എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യപുത്രനും ഇക്ഷ്വാകുവിൻ്റെ സഹോദരനുമായ നൃഗൻ്റെ കഥയാണ്. സൂര്യപുത്രനായ നൃഗൻ പരമധർമ്മജ്ഞനും ദാനശീലനുമായ ഒരു രാജാവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ആര്യാവർത്തത്തിലെ പുഷ്കരം എന്ന പുണ്യസരസിൽ വെച്ച് അനേകായിരം പശുക്കളെ ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. ആ സരസിനടുത്ത് പർവ്വതൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാൾക്ക് ഒരു പശുവിനെ ദാനം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അനാരദൻ എന്ന ബ്രാഹ്മണൻ വന്നു ചേർന്നത്. അപ്പോഴേക്കും പശുക്കളെല്ലാം തീർന്നിരുന്നു. പർവ്വതൻ തനിക്കു കിട്ടിയ പശുവിനെ സരസിനടുത്ത് നിർത്തി വനത്തിലേക്ക് പോയ ശേഷമാണ് അനാരദൻ വന്നു ചേർന്നത്. പർവ്വതൻ്റെ പശു ഉടമസ്ഥനില്ലാതെ നിൽക്കുന്നത് കണ്ട് രാജാവ് ആ പശുവിനെ അനാരദന് ദാനം ചെയ്തു. ആ പശുവിനെ മുൻപ് പർവ്വതന് ദാനം ചെയ്തിരുന്ന വിവരം രാജാവ് മറന്നുപോയിരുന്നു. പശുവിനെ കിട്ടിയ സന്തോഷത്താൽ അനാരദൻ അവിടം വിട്ടുപോയി. രാജാവും മന്ത്രിമാരും കൊട്ടാരത്തിലേക്ക് പോന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പർവ്വതൻ സരസിനടുത്ത് വന്നു ചേർന്നു. തൻ്റെ പശുവിനെ കാണാത്തതിനാൽ ആ ബ്രാഹ്മണൻ വളരെ ദുഃഖിച്ചു. അയാൾ നാലുപാടും പശുവിനെ അന്വേഷിച്ച് നടന്നു. പലരുടെയും പശുവിനെ പരിശോധിച്ചു. ഒടുവിൽ അനാരദൻ്റെ ഭവനത്തിൽ ചെന്ന് പശുവിനെ കണ്ടുപിടിച്ചു. തുടർന്ന് അനാരദനും പർവ്വതനും തമ്മിൽ വഴക്കായി. അനാരദൻ പശുവിനെ മോഷ്ടിച്ചെന്ന് പർവ്വതൻ പറഞ്ഞു. പശുവിനെ രാജാവ് തനിക്ക് തന്നതാണെന്ന് അനാരദനും വാദിച്ചു. കലഹം മൂത്തു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ച് പ്രശ്നം തീർക്കാമെന്ന് സമ്മതിച്ച് രണ്ടുപേരും തലസ്ഥാന നഗരിയിലേക്ക് പോയി. അവർ വന്നിരിക്കുന്ന വിവരം രാജാവിനെ അറിയിക്കുന്നതിനു വേണ്ടി ദ്വാരപാലകന്മാരെ അയച്ചു. പക്ഷേ അവർ രാജാവിനെ വിവരം ധരിപ്പിച്ചതുമില്ല, രാജാവ് വന്നതുമില്ല. കുറേ നേരം രാജാവിനെ കാത്തുനിന്ന് ക്ഷമകെട്ട് കുപിതരായ ബ്രാഹ്മണർ രാജാവ് ഒരു ഓന്തായി രൂപമെടുത്ത് 1000 വർഷം കഴിഞ്ഞുകൂടട്ടെ എന്ന് രാജാവിനെ ശപിച്ചു. വിവരമറിഞ്ഞ് രാജാവ് ഓടിവന്ന് ശാപമോക്ഷമിരുന്നു. 1000 വർഷം കഴിയുമ്പോൾ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ സ്പർശനമേൽക്കുമ്പോൾ പൂർവ്വരൂപം ലഭിക്കുമെന്നും അവർ ശാപമോക്ഷം കൊടുത്തു. ശാപമനുസരിച്ച് നൃഗൻ ഒരു ഓന്തായി ദ്വാരകയിലെ ഒരു പൊട്ടക്കിണറ്റിൽ ജനിച്ചു. ഒരിക്കൽ സാമ്പൻ മുതലായ യാദവർ ആ കിണറിൻ്റെ അടുക്കൽ വരികയും ഓന്തിനെ കാണുകയും ചെയ്തു. അതിനെ കരയ്ക്കു കയറ്റാൻ അവർ ആവതും ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഒടുവിൽ അവർ ശ്രീകൃഷ്ണന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. അദ്ദേഹം തൻ്റെ അനുചരന്മാരുമായി കിണറിൻ്റെ സമീപത്ത് വന്ന് ഓന്തിനെ കരയ്ക്കു കയറ്റി. ശ്രീകൃഷ്ണന്റെ കരസ്പർശമേറ്റയുടനെ ഓന്ത് മൃഗരാജാവായി രൂപം കൊണ്ടു. ആശ്ചര്യത്തോടുകൂടി എല്ലാവരും നോക്കി നിൽക്കെ മൃഗൻ തൻ്റെ ശാപവൃത്താന്തം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ കരസ്പർശത്താൽ മോക്ഷം ലഭിച്ച നൃഗൻ സൂര്യപുത്രനായ യമനെ സേവിച്ചുകൊണ്ട് യമലോകത്ത് കഴിഞ്ഞുകൂടുന്നു.